മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശി ഭരണാധികാരി ഇപ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിൽ തലവേദനയായി മാറുകയാണ്. ഏറ്റവും അവസാനം ബംഗ്ലാദേശിനെ ചൈനയ്ക്ക് മുന്നിൽ തുറന്നിടുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിലൂടെ ഇന്ത്യക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. യൂനിസ് ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? അല്ല, തലവേദനയൊന്നുമില്ല, ഇന്ത്യയെ ഒന്നും ചെയ്യാനൊന്നും കഴിയത്തില്ല. ഇതേ അവസരത്തിൽ തന്നെ ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യയും ചൈനയും ബന്ധം ശക്തിപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഇവരാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ രക്ഷകർത്താവ് ബംഗ്ലാദേശ് മാത്രം ചൈനയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ചൈനയും കൂടെ ക്ഷണിച്ചുകൊണ്ട് രാജ്യത്ത് നിക്ഷേപം നടത്താനും വിപണനം നടത്താനുമല്ല. അപ്പോൾ ഇത് ബംഗ്ലാദേശിൻ്റെ മുഴുവൻ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. യുനെസ് വന്നത് തന്നെ നമുക്കറിയാം ഏത് തരത്തിലാണെന്നും എങ്ങനെയാണ് അവിടെ ഭരണം പിടിച്ചെടുത്തതെന്നും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് വലിയ നാശം സംഭവിക്കാൻ പോകുന്നു. ഇവർ പറയുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ രക്ഷകർത്താവ് ഇവരാണ്. ഇത് നമ്മളിപ്പോൾ മറ്റേ ചെങ്കടലിൽ ഹൂത്തികൾ കാണിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതുപോലെയാണ്. അവിടെ ട്രംപ് കയറി ഇടപെട്ടു. ആ അവസ്ഥ എവിടെ ഉണ്ടാകുമോ എന്തോ. അപ്പം മിക്കവാറും ഇത് ട്രംപിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ കസ്റ്റോഡിയൻ തങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ചൈനയിൽ 4 ദിവസത്തെ സന്ദർശനത്തിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വപ്ന സഹോദരിമാർ, സപ്ത സഹോദരിമാരെന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രത്തിലേക്ക് എത്താൻ വഴിയില്ല എന്നാണ് യൂനസ് പറയുന്നത്. ഇപ്പോൾ ഇത് ഏത് തരത്തിൽ ഇവർ പരിഹരിച്ചു കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്? ഇവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ യാതൊരു തരത്തിലും കഴിയില്ല എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചൈന എങ്ങനെയായിരിക്കും ഈ ബംഗ്ലാദേശുമായി അടുക്കാനുള്ള സാധ്യതയുണ്ടോ? പണ്ട് നാം മാലിദ്വീപിൽ കണ്ടിട്ടുണ്ട്, ശ്രീലങ്കയിൽ കണ്ടിട്ടുണ്ട്, നേപ്പാളിലും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ കീഴിൽ നിർത്താനുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും ചൈന നടത്തിയിട്ടുണ്ടല്ലോ. അല്ല, ചൈന ചിലപ്പം അതിനകത്ത് താല്പര്യം കാണിക്കും. ചൈനയ്ക്ക് പിന്നെ ഇന്ത്യയുമായിട്ട് ഒരു ഇത്തരത്തിൽ ഈ സൗഹൃദം ശക്തിപ്പെടുത്തണമെന്നൊക്കെ പറയുമെങ്കിലും ഒരു നമ്മളുമായിട്ടുള്ള ഒരു ശത്രുത പുലർത്തുന്നവരുമായിട്ടും ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പണം നൽകുക. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വേണ്ട തരത്തിലുള്ള സഹായമൊക്കെ കൊടുക്കുക. ഇപ്പോൾ യൂനസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേണ്ട തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടാകും. കാരണം രാജ്യം പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും മറ്റും കടക്കാനുള്ള സാധ്യതയുണ്ട്. കടക്കാനുള്ള സാധ്യത എന്നല്ല, ഉണ്ട്. അപ്പോൾ അതിന് ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം കൂടി ആവശ്യമുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഈ കടലിൻ്റെ അവകാശം കൂടെ പറഞ്ഞുകൊണ്ട് ഇവരെ കൂടെ കൂട്ടാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത്. അത് എന്തായാലും പക്ഷേ ഇപ്പം ട്രംപ് വന്നപ്പോൾ തന്നെ ഇവർക്കൊരു ഭീഷണി ഒക്കെ ഉണ്ടായിരുന്നതാണ്. അത് ഇപ്പം മാറിക്കഴിഞ്ഞു എന്നാണ് ഇവരുടെ ധാരണ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചൈനയെ ക്ഷണിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ചൈനയൊക്കെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു ബന്ധം ദൃഢപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ട്രംപിൻ്റെ ഇടപെടൽ ഇവിടെയും ഉണ്ടാകാമെന്നുള്ളതാണ്. നമുക്കറിയാം ബംഗ്ലാദേശിലെ യൂനസിനെ വീണ്ടും പുറത്താക്കും എന്നുള്ള പല വാർത്തകൾ ഈ സമീപ സമയത്ത് പിന്നെയും വരികയുണ്ടായി. അതും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരു കടലിൻ്റെ പേരിലുണ്ടാകുന്ന കലഹം അത് പിന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടൊന്നും പോരടിക്കാനുള്ള ശക്തിയൊന്നും ബംഗ്ലാദേശിനില്ലല്ലോ. ബംഗ്ലാദേശിനെ വെല്ലുവിളിയൊന്നും ചെറുതല്ല. അങ്ങനെ അത് പിന്നെ എന്താണ്, കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുന്നിന് മീതെ അങ്ങ് പറക്കാനാണ് മോഹം. പക്ഷെ അത് നടക്കില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയാവുന്നത്. ബംഗ്ലാദേശ് എന്ത് ചെയ്യാനാ? ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണ്ട ആയുധ ശേഖരമുണ്ടോ? അതല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുണ്ടോ? ഇതൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ കൂട്ടുപിടിക്കും അല്ലേ? ഈ തീവ്രവാദവും ഒക്കെ ആയിട്ട് നടക്കുന്ന അവരെ ആയിരിക്കും അവർ പക്ഷെ കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന് ഈ പാകിസ്ഥാനാണെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ ആഭ്യന്തര പ്രശ്നമായി മുൾമൂലയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചൈനയിലേക്ക് കടന്നിരിക്കുന്നത്. അതെ, ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഇപ്പോൾ ശ്രീലങ്കയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഒന്ന് നേരെയായി വരുന്നതേ ഉള്ളൂ. അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. രാജ്യം പോയി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകും എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സഹായം ഉണ്ടാകുമോ? ഇത്തരത്തിൽ
ഇന്ത്യയോട് അങ്ങനെ കാണിക്കുന്ന സാമ്പത്തികമായി തകരുമ്പോൾ വീണ്ടും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ ഒരു ഇടം പിന്തുണ കിട്ടുക. ലഭിക്കില്ലേ? അതെ, അതിൻ്റെ ഒരു ഇടം കിട്ടും. ഇടയ്ക്ക് പിന്നെ അതൊരു ജനാധിപത്യ രീതിയിൽ തന്നെ അവർ വീണ്ടും കടന്നു വരികയും ചെയ്യും. അപ്പോൾ യൂനസിന് സ്ഥാനഭ്രഷ്ടനാക്കും, ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഒരു രാജ്യത്തെ ഇത്തരത്തിൽ പിച്ചി ചീന്തി അനാഥമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കുറച്ച് ദിവസം മുൻപ് ഈ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു, അവിടെ ബംഗ്ലാദേശിൽ പട്ടാള ഭരണത്തിന് സാധ്യതയുണ്ട്, അവിടുത്തെ പട്ടാള മേധാവികൾ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തി, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ നിന്ന് കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചൈനയിലെത്തി ഈ സൈനികർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകുകയായിരിക്കും, എൻ്റെ കൂടെ ചൈനയുണ്ട്, എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ ചൈന വരുമെന്നൊരു മുന്നറിയിപ്പായിരിക്കും ചിലപ്പോൾ ഇതിന് പിന്നിൽ. പട്ടാളത്തെ ഭയക്കുന്നുണ്ട് ഈ കാരണം തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. അവിടെ ഭരണം ആര് വന്നാലും ഭരിക്കുന്നത് പട്ടാളമായിരിക്കും. ആ ഭരണകർത്താക്കൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ജയിലിലുമാണ്. അത് പാകിസ്ഥാൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ ഒരുപക്ഷെ യൂനസും ഭയക്കുന്നുണ്ടാകും, താൻ സ്ഥാനഭ്രഷ്ടനാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഭൂമിയുടെ അറ്റത്ത് ജീവിക്കുക അല്ല ചെയ്യുന്നത്, ജയിലിൽ കഴിയേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം യൂനസിനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ചൈനയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, ഇതേ അവസരത്തിൽ തന്നെയാണ് ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നതിനകത്തും എന്താണ് നമ്മൾ അർത്ഥമെടുക്കേണ്ടത്? ഇന്ത്യയുമായിട്ട് ചൈന ഒരു സൗഹൃദം കാക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ട്രംപ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമാണത്. കാരണം ചൈനയുടെ കാര്യത്തിലൊക്കെ ട്രംപ് ചില നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട ബിസിനസ്സുകളൊക്കെ അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. പക്ഷേ അതിൻ്റെയൊക്കെ നേട്ടം ഇന്ത്യക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഷീ ജിൻപിങ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളുമായിട്ടുള്ള ഒരു സൗഹൃദം അവർ കാക്ഷിക്കുന്നു എന്ന്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിലെ സാന്നിധ്യം വിപുലീകരിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചൈനയെ ക്ഷണിച്ചും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത് യൂനസിൻ്റെ നാശത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. ഈ മുഹമ്മദ് യൂനിസിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായത് ചിലപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം വന്നതുകൊണ്ടായിരിക്കും അല്ലേ? കാരണം ഈ ബൈഡൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നല്ലോ യൂനിസിന്. കാരണം അധികാരമേറ്റതിന് പിന്നാലെ ആദ്യം സന്ദർശിക്കാൻ പോകുന്നത് അമേരിക്കയിലായിരുന്നു. ഈ ട്രംപ് വന്നതിന് ശേഷം ആ ഫണ്ടുകൾ നിർത്തലാക്കുന്നു, അതോടൊപ്പം തന്നെ ആ പിന്തുണ കുറഞ്ഞെന്ന് കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചൈനയിൽ പോയി നിൽക്കുന്നത്. ഈ ബൈഡനാണല്ലോ ലോകത്ത് പലയിടത്തും പലതരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളാണ്. ബൈഡൻ്റെ അവിടുത്തെ ഭരണവും അങ്ങേയറ്റം മോശമായിരുന്നു. അത് കാരണം അമേരിക്ക പല കാര്യങ്ങളിലും താഴോട്ട് പോവുകയാണ് ചെയ്തത്. അതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ബൈഡൻ്റെ വേറൊരു ഇതുകൊണ്ടുണ്ടായ ഒരു നാശമാണ് ബംഗ്ലാദേശിലെ. ബൈഡൻ്റെ ഒരു പിൻബലത്തോടു കൂടിയല്ലേ ഈ യൂനസ് അവിടെ കിടന്ന് കളിച്ചത് അത്രയുമൊക്കെ. അപ്പോൾ അതിനൊക്കെ തിരിച്ചടി ട്രംപിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. ട്രംപ് എന്തായാലും ഇവിടെ യൂനസിനെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിലൂടെ ഒരുപക്ഷെ അധികാരഭ്രഷ്ടനായി മാറേണ്ടി വരും. അതിലൂടെ പിന്നീട് സംഭവിക്കുന്നത് ഒരുപക്ഷെ ജയിലറയായിരിക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.